അതേപോലെ ജോൺസൺ മാഷിൻ്റെ വെള്ളിത്തിങ്കൾ നമ്മൾ പറഞ്ഞു പോയെങ്കിലും അതിനെക്കുറിച്ചുള്ള വിശേഷം പറഞ്ഞില്ല. ശരിക്കും ഗിരീശേട്ടൻ്റെ അസാധ്യമായ എഴുത്തിൽ ഒന്നായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു പാട്ടാണ്. അതൊരു ഇറോട്ടിക് സോങ് കൂടെയാണ് ചേച്ചി. കിടിലം പാട്ടാണ്. വെള്ളിത്തിങ്കൾ എങ്ങനെയുണ്ടായെന്ന് പറയുക ചേച്ചി. അയ്യോ, അത് ദാസേട്ടൻ പാടി വെച്ചതിന് ശേഷമാണെന്ന് തോന്നുന്നു ഞാൻ പാടിയത്. അത് വോയിസ് മിക്സിംഗ് ആയിരുന്നു. SPB സാറിന്റെ സ്റ്റുഡിയോയിൽ, കോതണ്ടപാണി സ്റ്റുഡിയോ. ഇപ്പൊ ആ സ്റ്റുഡിയോ ഒന്നും ഇല്ല. വെള്ളിത്തിങ്കൾ പൂങ്കിണ്ണം തുള്ളിത്തോവും ഉള്ളിനുള്ളിൽ താലോലം താളം തേടും കാണാപ്പൂം ചെപ്പിലേ തെങ്കാശി കുങ്കുമം എള്ളോളം നുള്ളി നോക്കവേ. ഭയങ്കര രസമാണല്ലേ. നല്ല പാട്ടത്. നല്ല പാട്ടാണ്, നല്ല വരിയാണ്. ആ പടവുമായിട്ട് ഭയങ്കര സിങ്ക് ആയിട്ടുള്ള എഴുത്താണ് ഗിരീശേട്ടൻ്റെ. അതുപോലെ അതിൽ വേറൊരു പാട്ടുണ്ട്. ഒരു സനം ഓടി വന്ന സേര് കൗണ്ടറുടെ പിറന്നാൾ വരുമ്പോൾ പാടും. മണ്ണെടുത്ത് തന്മധുര സൊക്കരയെ സൊക്ക വയ്ക്കും എങ്കപ്പ ഏലേലോ ഏലേലോ രംഗനക്ക് മച്ചിനര് വില്ലെടുത്ത അർജുനര് ഏലേലോ ഏലേലോ. നല്ല പാട്ടാ, ഡാൻസിന്റെ പാട്ട്. അതെ അതെ അതെ, തമിഴും മലയാളവും മിക്സ് ആയിട്ട് മിക്സ് വരും. ചെയ്തിട്ടാണ്. കൗണ്ടറുടെ പിറന്നാളുമായിട്ട് ബന്ധപ്പെട്ട പാട്ടാണ്. അതൊക്കെ പാടുമ്പോ എന്താ പറയാ, ജോൺസേട്ടൻ പാടി കഴിഞ്ഞു കഴിയുമ്പോ ഒന്നിങ്ങനെ വരും സ്റ്റുഡിയോയുടെ ആ വോയിസ് റൂമിന്റെ അടുത്ത്. നീ എന്താ പാടിയത് എന്ന് ചോദിക്കും. ആദ്യമൊക്കെ എനിക്ക് ദൈവം പാടിയത് ശരിയാവാണ്ട് പറഞ്ഞാണോ എന്ന് തോന്നും. പിന്നെ കൊള്ളാം, നന്നായിരുന്നു എന്ന് പറയും. അത്രേ ഉള്ളൂ. ഭയങ്കര വാത്സല്യമായിരുന്നു. ചേച്ചിയെ പുകഴ്ത്തി പറയുന്ന മറ്റൊരാളാണ് ജാനകിയമ്മ. അശ്ശോ, ജാനകിയമ്മ ഭയങ്കര രസമായിട്ടാണ് ചേച്ചിയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു രോമാഞ്ചം ഉണ്ടാവില്ലേ, ജാനകിയമ്മയെ പോലെ ഒരാൾ വന്നിട്ട് വിനി ചേച്ചിയെ കുറിച്ച് പറയുന്ന ഒരു സാധനമില്ലേ. ജാനകിയമ്മയെ കുറിച്ച് പറയൂ. ജീവിച്ചിരിക്കുന്ന അമ്മ, അങ്ങനെ പറയാം. എൻ്റെ അമ്മച്ചിയും പോയി, ചേട്ടൻ്റെ അമ്മച്ചിയും പോയി, രണ്ടമ്മച്ചിമാരും ഇല്ല. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് പുക്കാട്ടുപടിയിലാണ്. ആ വീട്ടിൽ ഏറ്റവും ആദ്യം വന്ന സെലിബ്രിറ്റിയാണ് ജാനകിയമ്മ. ഇനി അതിനപ്പുറത്തേക്ക് വേറെ സെലിബ്രിറ്റി ഇല്ല. അയ്യോ, നമ്മൾ ക്ഷണിച്ചിട്ടോ ഒന്നുമല്ല. അമ്മ ഇവിടെ തൃശ്ശൂർ എവിടെ ഒരു അവാർഡ് ഫംഗ്ഷന് വേണ്ടി വന്നതാണ്. അപ്പോൾ തലേദിവസം അവിടെ എന്നോട് ചെല്ലാൻ പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് അന്ന് വേറൊരു പരിപാടി ഉണ്ടായതുകൊണ്ട് പോകാൻ പറ്റിയില്ല. വെളുപ്പിനെ വിളിച്ചു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കണ അമ്മയുടെ കോള് കണ്ടിട്ട്, ഇനി നീ വീട്ടിലുണ്ടോ, ഞാൻ വീട്ടിലേക്ക് വരികയാണെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് വരികയാണ്. ഒരു 2 മണിക്കൂറിനുള്ളിൽ ആള് വീട്ടിലെത്തി. മോനും ഉണ്ടായിരുന്നു, മുരളിയണ്ണനുണ്ടായി. കുറേ നേരം ഇരുന്ന് സംസാരിച്ച്. ചേച്ചിയുടെ ശബ്ദം തിരിച്ചു കിട്ടിയതിന് ശേഷമാണ് ഇപ്പോൾ ബിജുപാല്, ദീപക് ദേവ്, ഒടുവിൽ ഗോപി സുന്ദറൊക്കെ ഉപയോഗിക്കുന്നത്. ഗോപി സുന്ദറിന്റെ മിലീല പാട്ട് ഹിറ്റായി. മിലീല പാട്ടൊന്ന് പാടുക. കൺമണിയേ കൺമണിയേ പാട്ടുമൂളുകില്ലേ കൺമണിയേ കൺമണിയേ പാട്ടുമൂളുകില്ലേ കൺമുന്നിൽ കാണുന്ന ദേവാംശമല്ലേ നോവിൽ തലോടാനായി നിൻ സ്നേഹമില്ലേ കണ്ണിൻ കണ്ണായി എന്നും നീ കൺമണിയേ. ചേച്ചിയുടെ ബർത്ത്ഡേ എത്രാമത്തതാണെന്ന് എനിക്കറിഞ്ഞൂടാ. ആഘോഷിക്കുന്ന സമയത്ത് അയ്യോ, ഇവരെല്ലാവരും വന്നിട്ട് ചേച്ചിയുടെ ആശംസകൾ പറയുന്നുണ്ടായിരുന്നു. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഈ കാലഘട്ടത്തിലും ചേച്ചി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ചേച്ചി പാട്ട് പാടുന്നുണ്ട്
എന്നുള്ളത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. 94 ശരിക്കും ഫീൽഡിൽ തീർന്നു. നിന്ന്. പിന്നെ ഭൂതക്കണ്ണാടി ഫിലിമിന് വേണ്ടി പാടി. അങ്ങനെ ജോൺസേട്ടൻ്റെ പാട്ടുകൾ 4-5 അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാടി. പിന്നെ പാടിയിട്ടേയില്ല. അത് ഇങ്ങനെ നിർബന്ധിച്ച് വിളിക്കുന്നത് കൊണ്ട് പോയി പാടുന്നതാണ്. എന്നുവെച്ചാൽ നമ്മളെ ക്ഷമയോടെ ഇരുന്ന് റെക്കോർഡ് ചെയ്യാൻ ഉള്ള ഒരു മാനസികാവസ്ഥയുള്ള ആളാണ് ജോൺസേട്ടൻ. അതും റഹ്മാൻ സാറും അങ്ങനെ തന്നെ. അപ്പോൾ അവർ രണ്ടുപേരും വിളിച്ചാൽ നോ പറയില്ല, അങ്ങനെ പോവും. പിന്നെ അതിന് ശേഷം കുറേ നാളിന് ശേഷം പിന്നെ പാടിയത് മെജോയുടെ പാട്ടാണ് എൻട്രി. അതിൻ്റെ കൂടെ തന്നെ മെജോയുടെ 2 തെലുങ്ക് പാട്ടുകളും പാടി. ഇടയ്ക്ക് ഡിവോഷണൽസ് ഒക്കെ പാടുന്നുണ്ടായിരുന്നു. പിന്നെ ദീപു വിളിച്ചപ്പോഴാണ് പാടിയത് നീലാക്കുടമേ. അത് ഹിറ്റായിരുന്നു. കുഞ്ചാക്കോ ബോബൻ്റെ. പിന്നെ അതിന് ശേഷമാണ് മിലി പാടിക്കുന്നത്. മിലി പാടിയതിന് ശേഷം ബിജി പാൽ വിളിച്ചത്. അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ ഫങ്ഷന്. ഞാൻ അറിഞ്ഞേയില്ല. ഞാൻ ഷീജ എന്നെ വിളിച്ച് പറഞ്ഞു, ചേച്ചിയുടെ ബർത്ത്ഡേ അല്ലേ, അപ്പം നമുക്ക് കുഴിമന്തി കഴിക്കാം, ചേച്ചി പിള്ളേരും ചേച്ചി എല്ലാവരും വരണം എന്ന് പറഞ്ഞു. അവനങ്ങനെ ഞങ്ങളങ്ങനെ പോവാറുണ്ട്. അങ്ങനെ അപ്പം വീട്ടിൽ നല്ല തമാശകളായിരുന്നു അന്നൊക്കെ. എന്നുവെച്ചാൽ ഇവർക്കെല്ലാവർക്കും അറിയാം, എനിക്ക് മാത്രം അറിയില്ലല്ലോ. അപ്പം ഇവർ ഡ്രസ്സൊക്കെ ചൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഡ്രസ്സുകൾ. ഞാൻ ഈ മന്തി കഴിക്കാൻ കുഴിമന്തി കഴിക്കാൻ ഇത്രയും നല്ല ഡ്രസ്സ് എന്തിനാ എന്നൊക്കെ ഞാൻ പിള്ളേരോട് സാരമില്ല ഇരിക്കട്ടെ. അപ്പൊ ചേട്ടൻ കോട്ട് എടുത്തിട്ട് വന്നിട്ട് അലൻ്റെ അടുത്ത്, അലൻ ഈ കോട്ട് മതിയോ? ഞാനിപ്പോ അവൻ്റെ അടുത്ത് മന്തി കഴിക്കാനാണ് കോട്ട്. അങ്ങനെ കുറെ തമാശ ഉണ്ടായി വീട്ടില്. അതൊക്കെ കഴിഞ്ഞാണ് ഇവിടെ എത്തിയത്. അയ്യോ ഭയങ്കര എനിക്ക് എത്ര നാള് ഓർമ്മയുണ്ടാവോ അത്രയും നാള് അതെനിക്ക് മറക്കാൻ പറ്റില്ല. ചേച്ചി അവിടെ ഇരിക്കണപ്പോ നമുക്കും ഭയങ്കര സന്തോഷം തോന്നി. വീഡിയോ കണ്ടല്ലേ? വീഡിയോ കണ്ടു. ശരി. ചേച്ചി ജോൺസൺ മാഷിന്റെ നമ്മൾ വിട്ടുപോയൊരു പാട്ടുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. പ്രിയേ പ്രിയേ വസന്തമായി കാണുന്നു നിൻ ഹൃദയം. ദാസാറിന്റെ ശബ്ദം ഉണ്ടല്ലോ, ആ പാട്ടിൽ വേറെ വോയിസ് ഉപയോഗിക്കാൻ പറ്റില്ല. സൂപ്പറാ ചേച്ചി. ചേച്ചി ഓർക്കണുണ്ടോ പാട്ട്, ചേച്ചിയുടെ പോർഷൻ? ദാസാറിന്റെ ശബ്ദം അയ്യോ അസാധ്യമായിട്ടുള്ള. പ്രിയേ പ്രിയേ വസന്തമായി കാണു നിൻ ഹൃദയം. അവിടെ ഒരു പരിപാടിയാണ്, ഒരു 1.5 പരിപാടിയാണ്. കിട്ടുക ചേച്ചി. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞപ്പോൾ തെലുങ്ക് സോങ്സിനെ കുറിച്ച് അധികം സംസാരിച്ചില്ല. വിദ്യാസാഗർ സാറിനെ കുറിച്ച് കൂടെ പറഞ്ഞ് നമുക്ക് ഈ പാട്ടിന്റെ പരിപാടി കുറച്ചൊന്ന് ക്ലോസ് ചെയ്യാം. വിദ്യാസാഗർ സാറ് ഒരുപാട് പാട്ടുകൾ എന്നെ പാടിപ്പിച്ചിട്ടുണ്ട്. സാർ അപ്പം മലയാളത്തിൽ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അതിന് മുൻപാണെന്ന് തോന്നുന്നു. ഈ 91, 92, 93 കാലഘട്ടത്തിലാണ് ഒരുപാട് നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട്. 96 ഒക്കെ ആയി മലയാളത്തിൽ ചെയ്യുന്നത് ആണല്ലേ? അപ്പൊ ഞാൻ പാടുന്നില്ല. അപ്പൊ ചേച്ചി പാട്ട് നിർത്തി. അപ്പൊ ഒത്തിരി നല്ല പാട്ടുകൾ തന്നിട്ടുണ്ട്. മിക്ക ദിവസങ്ങളിലും സാറിന്റെ പാട്ട് വർക്ക് ഉണ്ടായിട്ടുണ്ട്. ABMG സ്റ്റുഡിയോയിലാണ് കൂടുതലും സാറിന് വേണ്ടി ഞാൻ പാടിയിട്ടുള്ളത്. ഭയങ്കര നല്ല പാട്ടുകളുണ്ട്. ശുഭലേഖ തെച്ചിന്തമ്മ മുദ്ദാലന്തി പൂവു സന്നായി മോകിന്തമ്മ സന്നജാജി നവു. അങ്ങനെ ഒരു പാട്ട്. వేయి పడగల తల్లి ఓ కల్పవల్లి ఇలవేల్ పూవహి వరమీవమ్మ నాకుల చవితి వేళ నీ పూజ చేసి పాలు పళ్ళు పోసేవమ్మ నాదస్వరాల నవరాగమాల వేసేము నీవు దేవి ലിറിക്സ് മറന്നുപോയി. അങ്ങനെ ഒരു അമ്മൻ പാട്ട് പാടി.
കുറേ ഉണ്ട് സാറിൻ്റെ പാട്ടുകൾ, ഓർമ്മയിൽ വരുന്നില്ല എല്ലാം. ഏമുണ്ടോ എന്ന് പറഞ്ഞൊരു സാധനമല്ലേ? ഏമണ്ടോ വച്ചാര, ലിറിക്സ് ഓർമ്മയില്ല. അതെ അതെ. ഏതി പഞ്ചതാര, അങ്ങനെ എന്തോ ആണ്. പിന്നെ ഉണ്ട് രാജ്കോട്ടി സാറ്, കീരവാണി സാറ്, ചക്രവർത്തി സാറ്, ശ്രീ ചക്രവർത്തി, അങ്ങനെ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട് തെലുങ്കിൽ. ചേച്ചി തകർക്കായിരുന്നു. ഭയങ്കര ഒരു വസന്ത കാലമായിരുന്നു അല്ലേ ചേച്ചി? ശരിക്കും. ചേച്ചി കുടുംബത്തിൽ പിന്നെ ബാക്കി മക്കളെ കുറിച്ച് കൂടെ പറഞ്ഞിട്ട്. മക്കള് 2 പേര്. അലൻ ജോയ് മാത്യു മ്യൂസിഷ്യനാണ്. ചെന്നൈയിൽ സ്റ്റീഫൻ്റെ മ്യൂസിക് ലോഞ്ചിലാണ് പഠിച്ചത് കുറച്ച് നാൾ. അവിടുത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 4-4.5 വർഷത്തോളം നമ്മുടെ മലയാളം ഫിലിം ഫീൽഡിലുണ്ടായിരുന്നു. ഒരു പടത്തിൽ പാടുകയും ചെയ്തു, ഓപ്പറേഷൻ ജാവയിൽ. ഇരുവഴിയെ സ്വയം അറിയാനോ എന്നുള്ളൊരു പാട്ട് അവൻ തന്നെ, അവനും പ്രോഗ്രാമിങ് ചെയ്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഒത്തിരി അങ്ങനെ മ്യൂസിക് പ്രൊഡക്ഷൻ കുറേ ചെയ്തു. ജെയ്ക്സ് ബിജോയ് സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട്. പിന്നെ സുഷിൻ ശ്യാമിൻ്റെ കൂടെയും ചില പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആളിവിടെ ഇല്ല, ഇപ്പൊ കാനഡയിലാണ്, പഠിക്കണം, മ്യൂസിക് തന്നെ പഠിക്കണം. മോള് അന്ന കീർത്തന, അവളും സിംഗറാണ്. അവൾക്ക് വെസ്റ്റ് എല്ലാം പാടും എങ്കിലും അവൾക്ക് പാടാൻ ഇഷ്ടം വെസ്റ്റേൺ ആണ്. അപ്പൊ അത് പഠിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് അവളും ചേട്ടൻ്റെ കൂടെ സെയിം കോഴ്സ് തന്നെ 2 പേരും പഠിക്കുന്നു. അലനിപ്പോൾ അവിടുത്തെ മ്യൂസിഷ്യൻസിന്റെ കൂടെ വർക്ക് ചെയ്ത് തുടങ്ങി, കീർത്തന പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓ അടിപൊളി. അപ്പൊ ചേച്ചിയും ചേട്ടനും കൂടെ ഇപ്പോൾ ക്ലാസ്സുകളുമായിട്ട് മുന്നോട്ട് പോകും. അപ്പം ഞാൻ എല്ലാ ദിവസവും അക്കാഡമിയിൽ പോവാറില്ല, പക്ഷെ ചേട്ടൻ്റെ ശ്വാസമാണ് ജോയ്സ് അക്കാഡമി, കാക്കനാടാണ്. കോവിഡിന് മുമ്പ് വരെ ഭയങ്കര എന്താ പറയുക, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. നമുക്ക് 2000 സ്റ്റുഡൻസിന് മേലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ അത്രയും ഇല്ല. എങ്കിലും നമ്മൾ കോവിഡ് കഴിഞ്ഞിട്ടും റീസ്റ്റാർട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ കുറേ റിക്വസ്റ്റ് വന്നതുകൊണ്ട് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തു. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ചേട്ടൻ ഫുൾ ബിസിയാണ് സ്കൂളിൻ്റെ. നമ്മുടെ ട്രിനിറ്റിയുടെ എക്സാം സെൻറ്ററും കൂടിയാണ് നമ്മുടെ സ്കൂൾ. അപ്പം ട്രിനിറ്റി സിലബസാണ് നമ്മളവിടെ പഠിപ്പിക്കുന്നത്. ഓ അടിപൊളി, മുന്നോട്ട് പോട്ടെ. പിയാനോ, കീബോർഡ്, ഗിറ്റാർ എല്ലാം ഉണ്ട്, ഡ്രംസ്, വയലിൻ എല്ലാം. അങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോട്ടെ. ചേച്ചിക്ക് കൂടുതൽ പാട്ടുകളൊക്കെ വരട്ടെ. ചേച്ചി ബോംബെ രവി സാറിന് വേണ്ടിയിട്ട് ഗസലിലെ പാട്ടില്ലേ, ആര് നീ ജിന്മകളെ, അത് പാടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ. ആരു നീ ജിന്മകളെ പേര് ചൊല്ലാമോ, ഊരില്ല പേരില്ല ഒഴുകും രാഗം ഞാൻ. ആരു നീ ജിന്മകളെ പേര് ചൊല്ലാമോ, ഊരില്ല പേരില്ല ഒഴുകും രാഗം ഞാൻ. ചേച്ചിയെ കുറിച്ച് ഒരുപാട് പേര് എഴുതിയതുപോലെ ഒഴുകും രാഗം തന്നെയാണ് ചേച്ചി. ഊരും പേരും ഒക്കെ ഒരുപാട് ഉണ്ടാക്കി എന്നിട്ട് തന്നെയാണ് ഈ രാഗം ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതങ്ങനെ തന്നെ ഒഴുക്ക് തുടരട്ടെ. സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെ നന്ദിയുണ്ട് ചേച്ചി. താങ്ക് യു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.